ഇന്ന് ജയൻ ഒരു ടെസ്റ്റിന് വേണ്ടി മദ്രാസിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ എനിക്കൊരു പട്ടുസാരി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ സാരിക്ക് വിലക്കുറവാണത്രേ. എനിക്ക് പട്ടുസാരി നന്നായിട്ട് ഇണങ്ങുമെന്ന്. അങ്ങനെയാണോ? ഇന്ന് വൈകുന്നേരം ജയൻ എത്തുമെന്ന് പറഞ്ഞിരുന്നതാ. എന്തോ കണ്ടില്ല. ഇന്നും കണ്ടില്ല. ഇന്നും കണ്ടില്ല. ഇന്നും കണ്ടില്ല. ഇന്നും കണ്ടില്ല. ഇന്ന് ജയന്റെ വിവാഹമായിരുന്നു. പക്ഷേ വധു ഞാനല്ല. ഉണ്ണിമോളെ, നമുക്ക് പോയി കളിക്കാം. എന്റെ മമ്മി വഴക്ക് പറയും. നമുക്ക് ഇവിടെ കളിക്കാം. എന്റെ വീട്ടിൽ പോ ഉണ്ണിമോളെ. അവിടെ പുതിയ ടോയ്സ് ഒക്കെ ഉണ്ട്. ഉണ്ണിയുടെ മമ്മി വരുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു വരാം. വാ. ഉണ്ണിമോളെ, ഉണ്ണിയുടെ കത്തിരിക്ക ചേർത്ത് വിളിക്കുന്നു. ഞാൻ പോവാ. നമുക്ക് ഉണ്ണിമോളുടെ മമ്മിയെയും എന്റെ ഡാഡിയെയും ഇന്ന് പറ്റിക്കാം കേട്ടാ? എങ്ങനെ? ഉണ്ണിമോൾ എന്റെ ഡ്രസ് ഇട്ടിട്ട് ഇവിടെ നിൽക്കണം. ഞാൻ ഉണ്ണിമോളുടെ ഡ്രസ് ഇട്ടിട്ട് അവിടെ പോകാം. ഉണ്ണിമോൾ പേടിക്കണ്ട കേട്ടോ? വാ വാ. ഉണ്ണിമോൾ ഇവിടെ ഇരുന്ന് കളിച്ചാ ഞാൻ ഉണ്ണിമോളുടെ വീട്ടിൽ പോയി കളിക്കാം. അയ്യോ, ഞാൻ കന്നഡക്കാരെ മറന്നുപോയി. ഉണ്ണിമോളെ, പഠിക്കാനുള്ള ഇവിടെ നിന്ന് കളിക്കുകയാണോ? ചെന്ന് പഠിക്കും. അതെന്താ അത്? ഒന്നുമില്ല. ചെല്ല്. എന്താ ഡാൻസ് ചെയ്യുന്നത്? പോയി പഠിക്കുമോളെ. ചെല്ല്. ചേട്ടൻ വന്നോന്ന് തോന്നുന്നു. അതെ. സുശീലേ, ചേട്ടന് ചോറെടുത്ത് വെക്ക്. ആ ശരി. ചിന്നയുടെ ചേട്ടന് മുറിയിലുണ്ട്. എന്ത് പറ്റി ഒറ്റ പോയി കിടക്കാൻ? ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോ ഞാനാ കിടന്നോളാൻ പറഞ്ഞത്. മമ്മി മമ്മി കഥ പറഞ്ഞിട്ടാ മമ്മി. കഥയോ? എന്ത് കഥ? ഇന്നെന്താ പതിവില്ലാതെ കിടന്നുറങ്ങും? ഇന്ന് കണ്ണാടിയൊക്കെ വെച്ച് വലിയ സ്റ്റൈലിലാണല്ലോ കിടക്കുന്നത്. ടോണിക്ക് വെക്കണ്ടേ? ആഹാ, മോൾ ഉറങ്ങിയിട്ടില്ലേ? ഡാഡിയെ പറ്റിക്കായിരുന്നല്ലേ? ആ വേഗം എഴുന്നേറ്റ് ടോണി കുടി. എഴുന്നേക്ക് മോളെ. ടോണി കുടി. കുടിക്കും മോളെ. എന്നും കുടിക്കുന്നതല്ലേ? ഇന്നത്തെ എത്ര മണി?
കണ്ണുടച്ച് കുടിച്ചോ. അസത്തെ എനിക്കെന്റെ മമ്മി എടുത്ത് പോണം. മമ്മിയോ? ഏത് മമ്മി? ഞാൻ ഉണ്ണിമോള. ഉണ്ണിമോ? ചിന്നു പറഞ്ഞിട്ടാ ഞാനിവിടെ കിടന്നത്. അപ്പൊ ചിന്നുവോ? എന്റെ മമ്മീന്റെ അടുത്തുണ്ട്. അവിടെ ആളുള്ളതല്ലോ. മോള് കരയണ്ട, ഇവിടെ കിടന്നോ. എന്റെ മമ്മിയുടെ അടുത്ത് പോണം. നാളെ പോവാം മോളെ. എനിക്കിപ്പോ മമ്മിയെ കാണണം. ആ, പോ, പോ. ആന്റി 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 മമ്മി 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 ആരെ വിളിക്കുന്നു? ആരത്? മമ്മി ഞാനാ ഉണ്ണിമോൻ. വാതിൽ തുറക്കും മമ്മി. ചിന്നു. ചിന്നുമോളെ ഉണർത്തണ്ട, അവളെ ഇവിടെ കിടന്നോട്ടെ. മോള് ചിന്നുമോളുടെ കൂടെ കിടന്നു. മമ്മി കിടക്കുന്നില്ലേ? കിടക്കാം, വാ. ഇവിടെ അടുത്തുവരെ വന്നപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി. അത് ശരി, ഇരിക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട് മാറാൻ പോവുകയാണെന്ന് കേട്ടല്ലോ. അതെ, വീട് വേറെ ഏതെങ്കിലും കിട്ടിയോ? ഇല്ലെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്തുതരാം. പിന്നെ എനിക്ക് മായയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മുഖവരയില്ലാതെ തന്നെ ഞാൻ പറയാം. ഞാൻ മായയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ മായ ചിരിച്ചു കളഞ്ഞത്? മായയുടെ ഹിസ്റ്ററി എല്ലാം എനിക്കറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. ഒരുപക്ഷെ മായ എന്റെ മഹാമനസ്സെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കും. എന്റെ മായയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല. മായ ഇത്രയും കാലം ഈ കുഞ്ഞുമായി അനാഥയായി ജീവിച്ചത് ആലോചിക്കുമ്പോൾ എനിക്ക് താങ്ങാനാവുന്നില്ല. ഇതിനാരാണ് ഉത്തരവാദി എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞതെല്ലാം ഒരു ദുഃഖ സ്വപ്നം പോലെ നമുക്ക് മറക്കാം. എന്റെ മായ. മിസ്റ്റർ ഗോപൻ, ഞാൻ ഇത്രയും നേരം സഹിച്ചത് നിങ്ങൾ വിലാസിനിയമ്മയുടെ മകനാണല്ലോ എന്ന് ഓർത്തിട്ടാണ്. നൗ യു പ്ലീസ് ലീവ് ദിസ് പ്ലേസ്. മിസ്റ്റർ ഗോപൻ, ഇതെന്താ പതിവില്ലാതെ ഈ ഭാഗത്തൊക്കെ? എനിക്കെന്താ ഇവിടെ വന്നുകൂടെ?
വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പക്ഷേ എന്താന്ന കാര്യം പറ, എനിക്കൊരല്പം ജോലി തിരക്കുണ്ട്. നിന്റെ കലാപരിപാടികൾക്ക് ഇവിടെ ചില സ്ഥിര ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ മാനം മര്യാദക്ക് ജീവിക്കുന്നവരുടെ അടുത്ത് ഇത് വേണം. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് കല്യാണം കഴിക്കാതെ കൊച്ചുണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ വരുന്നത് നിനക്കിഷ്ടമല്ലെങ്കിൽ നീ കയറി വീട്ടിനകത്തിരുന്നു കാണണ്ട. ഇനി മേലിൽ നീ ഇങ്ങോട്ട് വരരുത്. നീ ആരാ അത് പറയാൻ? ഏതായാലും നീ കണ്ടം ചെയ്തിട്ടിരിക്കുമല്ലേ, ഞാനൊന്ന് ഓവർറോൾ ചെയ്തെടുക്കാമെന്ന് നോക്കട്ടെ. അതായത് ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കാമെന്ന്. പാമ്പായാലും പഴയവിലാസനം നല്ലത്. വിലാസിനിയമ്മയുടെ മകൻ ഗോപൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. ഒരു കുട്ടിയുള്ള സ്ത്രീയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നതിനേക്കാൾ നല്ലതല്ലേ അവിവാഹിതയായ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നത്? വിലാസിനിയമ്മ വിഷമിക്കണ്ട. ഗോപൻ പറഞ്ഞത് ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. താങ്ക് യു. എടാ, നീ എന്നെ മര്യാദയ്ക്ക് ജോലിയിൽ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അവരെന്റെ ഓഫീസറാണ്. നീ എന്തിനാ അവരെ വീട്ടിൽ പോയത്? പിന്നെ നിങ്ങളുടെ സമ്മതം കിട്ടിയിട്ട് വേണമായിരിക്കും എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാനും വരാനും ഒക്കെ. ഒരു മാനേഴ്സും ഇല്ലാത്തൊരു തള്ള. നീ എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞല്ലോടാ. നീ കാരണം ഞാൻ കുടിക്കുന്ന കണ്ണീരിന് കണക്കില്ല. ചുമ്മാർന്ന് മോങ്ങാതള്ളേ. അവൾ ആരാ അത്ര വലിയ ശീലാവതി ചമയാൻ? തന്തയില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിച്ചൊരു പെണ്ണിന്റെ അഹങ്കാരമേ. ജയദേവനുമായി കുറച്ചുനാൾ വിലസുകാരി ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ല, ഒരു പെണ്ണ് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചപ്പോ അവളുടെ ഒരു ഭാവം. അവക്കിഷ്ടമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. ഈ നാട്ടിലെങ്ങും വേറെ പെമ്പിള്ളേരില്ലാത്ത പോലെ. അറിഞ്ഞേ, നിങ്ങളുടെ ഓഫീസാറിനോട് പറഞ്ഞേരെ ഗോവൻ ആളൊരൽപ്പം പെസയാണെന്ന്. ഹലോ. എന്താടി, അമ്മയോട് പറഞ്ഞ് എന്നെ വിറപ്പിച്ച് കളയാമെന്ന് കരുതിയല്ലേ? നിന്നെ ഉണ്ടല്ലോ ഞാൻ വെറുതെ വിടില്ല. എന്താ ഫോൺ വെച്ച് കളഞ്ഞത്? ഇത് തുടങ്ങിയതല്ലേ ഉള്ളൂ. നിന്റെ ഇനിയുള്ള ഇവിടുത്തെ ജീവിതം നരകമായിരിക്കും. നിന്നെ എങ്ങനെയെല്ലാം അവമാനിക്കാമോ അതെല്ലാം എന്റെ പൊന്നു മോളെ ഞാൻ ചെയ്യും. ഗോവന്റെ തനി സ്വഭാവം നീ കാണാൻ പോകുന്നേ ഉള്ളൂ. വിലാസിനിയമ്മേ, എന്താ മായി?